മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 33-ാം വാക്യത്തിൽ യേശുക്രിസ്തു ഇങ്ങനെ ഒരു പദം പറയുന്നുണ്ട്. ഫലം കൊണ്ടല്ലോ വൃക്ഷം അറിയുന്നത്. അതിനു മുൻപും താഴെയുമായിട്ട് ഒത്തിരി വാക്യങ്ങൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അതിന് മുൻപുള്ള വാക്യങ്ങളൊക്കെ ഒരു ശുദ്ധാത്മാവിനെതിരെ ദൂഷണം പറയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നതെങ്കിലും ഹൃദയം നിറഞ്ഞ കവിയെന്താണ് വായ പ്രസ്താവിക്കുന്നത് പറയുന്ന പല കാര്യങ്ങളും അത് തുടർമാനമായിട്ട് സംസാരിക്കുന്നെങ്കിലും ആ ഒരു പദം ഇങ്ങനെ പറഞ്ഞു നിർത്തുന്നുണ്ട്. ഫലം കൊണ്ടല്ലോ വൃക്ഷം അറിയുന്നത്. അതെ, നമ്മൾ നോക്കിയാൽ ഈ ലോകത്ത് ഒത്തിരി സസ്യാദികളും ഒത്തിരി ഫലവൃക്ഷങ്ങളും ഒത്തിരി ഉണ്ട്. എന്നാൽ ഇതെല്ലാം നമ്മൾ തിരിച്ചറിയുന്നത് ഫലം കൊണ്ട് തന്നെയാണ്. ഇതേപോലെ തന്നെയാണ് ഓരോ വ്യക്തികളെയും കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മളാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ അകത്ത് നിന്ന് പുറപ്പെട്ടു വരേണ്ടത്, നമ്മുടെ വായിൽ നിന്നാകട്ടെ, നമ്മുടെ സംസാരത്തിലും നമ്മുടെ പ്രവൃത്തികളിലും നമ്മുടെ ചിന്തകളിലും നമ്മുടെ കൊടുക്കൽ വാങ്ങലുകൾക്കകത്തെല്ലാം വെളിപ്പെട്ടു വരേണ്ടത് കർത്താവിൻ്റെ സ്വഭാവമാണ്. ആ ദിവ്യ സ്വഭാവത്തിന് നമ്മൾ കൂട്ടാളികളായിരിക്കുമ്പോൾ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ ദൈവിക സ്വഭാവത്തിന് അനുരൂപമായിരിക്കാൻ, കർത്താവിനെ അനുഗമിക്കുന്നവരാണെന്ന് പറയുമ്പോൾ തന്നെ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെന്ന് പറയുമ്പോൾ തന്നെ ആ സ്വഭാവവും ആ ദൈവിക ജീവിതവും നമ്മുടെ മേലും നമ്മളിൽ നിന്നും പുറത്തു വരാൻ നമുക്ക് ഒരുമിച്ച് ആഗ്രഹിക്കാം. നമ്മളെ കാണുന്നവരും പറയട്ടെ, ഇത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ കൂടെയുള്ളവരാണ് എന്ന് പറയത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ആ സ്വഭാവങ്ങൾ പുറത്തു വരട്ടെ. ഗഡ് ബ്ലസ് യു.